ഹലോ ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുറച്ച് മുൻപ് കാണിച്ച ലൈവിൽ അനുവും ഷാനവാസും അഭിലാഷും ഒക്കെ സംസാരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ അവിടെ പലരും വന്നു പോകുന്നുണ്ട്. ഷാനവാസും അനുവുമാണ് പ്രധാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സംസാരിക്കുന്നത് ഗ്രൂപ്പിനെ പറ്റിയാണ്. ഷാനവാസ് പറയുന്നത് ഞാൻ എന്തായാലും ഇവിടുത്തെ ഗ്രൂപ്പ് തീർച്ചയായും പൊളിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനു പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് പൊളിക്കാനായിട്ട് പോയിട്ട് ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണെന്നാണ് അനു പറയുന്നത്. അത് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ആദ്യം ഷാനവാസ് ഒരു ഗ്രൂപ്പ് പൊളിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ പുള്ളി സ്വയം ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ആ ഷാനവാസ്, ഒനിയൽ, അഭിലാഷ് എന്നിവരെല്ലാവരോട് ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് അനു ധൈര്യപൂർവ്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരാളും നേരിട്ട് പറയുന്നില്ല എങ്കിലും അനു അവരുടെ മുഖത്ത് നോക്കി തന്നെ നേരിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അതിന് കൊടുക്കുന്ന മറുപടി എന്തെന്നാൽ അത് അക്ബറിന്റെ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ഗ്യാങ് ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഷാനവാസ് ഗ്രൂപ്പ് എന്നല്ല ഗ്യാങ് എന്നാണ് പറയുന്നത്. അപ്പൊ അനുവും പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളൊരു ഗ്യാങ് ആയി മാറി. എന്തിനാണ് ഗ്യാങ് ആയി മാറുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് പൊളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത്? എന്നെ കണ്ടില്ലേ, ഞാൻ ഗ്രൂപ്പ് പൊളിക്കാൻ നോക്കുന്ന ഒറ്റയ്ക്കല്ലേ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത്. അപ്പൊ അനു പറയുന്നുണ്ട്, അഭിലാഷ് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറയില്ല, അതൊക്കെ ഞാൻ എന്റെ സീക്രട്ട് ആണ്, അതെന്റെ ഗെയിം ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അനു തന്നെ പറയുന്നുണ്ട് ഈ ഗ്രൂപ്പ് ബിഗ് ബോസ് തന്നെ പൊളിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ, ബിഗ് ബോസ് ഗെയിം കളിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഗെയിം കളിച്ച് ഈ ഗ്രൂപ്പ് എല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനു പറയുന്നുണ്ട്. അപ്പൊ അഭിലാഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആദ്യത്തെ വീക്കിൽ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് നിന്നാൽ ഈ ഗ്രൂപ്പ് പൊളിയില്ല, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഗ്രൂപ്പ് പൊളിയില്ല, അക്ബറിന്റെ ഗ്രൂപ്പ് പൊളിയില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചു പേരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കെതിരെ പടയൊരുക്കം നടത്താൻ പറ്റുള്ളൂ എന്നും അഭിലാഷ് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വന്നാൽ, അതായത് ഷാനവാസ് എന്തെങ്കിലും മോശമായിട്ട് ചെയ്താൽ അതിനെതിരെ തീർച്ചയായും പ്രതികരിക്കുമെന്ന് തന്നെയാണ് അഭിലാഷ് പറയുന്നത്. ഷാനവാസും അത് എഗ്രി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒനിയലിനെയും അവരൊരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ ഷാനവാസ്, ഒനിയൽ, അഭിലാഷ് എന്നിവർ ഒരു ഗ്രൂപ്പായി തന്നെ മാറിയിരിക്കുകയാണ്. നെവിൻ രണ്ട് വെള്ളത്തിലും കാലുവെക്കുന്നുണ്ട്. അതായത് ഒനിയലിന്റെ ഗ്യാങ്ങിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ പക്ഷം പറയുകയും അക്ബറിന്റെ കൂടെ ഇരിക്കുമ്പോൾ അക്ബറിനെ കുത്തുന്നുണ്ടെങ്കിലും ജിസേലിനെ വളരെയധികം ഫേവർ ചെയ്തിട്ടാണ് ആ ഗ്രൂപ്പിലിരിക്കുമ്പോഴും അപ്പുറത്തെ ഗ്രൂപ്പിലിരിക്കുമ്പോഴും ഒക്കെ സംസാരിക്കുന്നത്.